വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും സുഖമായിട്ടിരിക്കുകയാണെന്ന് വിചാരിക്കണം കേട്ടോ. അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം? ക്രിസ്മസ് ഒക്കെ ഏതുവരെയായി? ഞങ്ങളുടെ ക്രിസ്മസ് ഇങ്ങനെ ആകുന്നതേ ഉള്ളൂ കേട്ടോ. ചെറിയ രീതിയിൽ തുടങ്ങിയിട്ടൊക്കെ അങ്ങനെയൊക്കെ ഉള്ളൂ. നിങ്ങളുടെ ഏതുവരെ ആയി എന്ന് പറയണേ. ചെറുതായിട്ട് സംസാരിക്കാൻ ചെറിയ രീതിയിലൊരു ബുദ്ധിമുട്ടുണ്ട് കേട്ടോ. ഒന്ന് എക്സ്ക്യൂസ് ചെയ്തേക്കാം. ചെറിയ ബ്രീത്തിങ് പ്രോബ്ലം അത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കിടക്കാം. ഇന്നത്തെ വീഡിയോ എന്താണെന്ന് ചോദിച്ചാൽ ഇന്നൊരു ക്രിസ്മസ് ലുക്കാണ് കേട്ടോ. ക്രിസ്മസിൻ്റെ സെലിബ്രേഷനും നമ്മൾ അങ്ങനെയൊക്കെ പോകാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ രീതിയിൽ ഒരു ക്രിസ്മസ് ലുക്ക് ചെയ്യാമെന്ന് വിചാരിച്ചു. അതാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ വന്നിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് നമ്മുടെ മേക്കപ്പ് ലുക്കിലേക്ക് കിടക്കാം. ഞാൻ ചിലപ്പം വോയിസ് ഓവർ ആയിരിക്കും കേട്ടോ കൊടുക്കുന്നത്, കാരണം ലെങ്തി ആവാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് വോയിസ് ഓവർ ആയിരിക്കും കൊടുക്കുന്നത്. അപ്പം നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കിടക്കാം. കമോൺ. ഫസ്റ്റ് തന്നെ ഞാൻ സെറ്റഫിലിൻ്റെ മോയ്സ്ചറൈസറാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ അത് നല്ല രീതിയിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ പകൽ സമയത്തുള്ള ഫംഗ്ഷൻ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നിങ്ങൾ മസ്റ്റായിട്ടും സൺസ്ക്രീൻ സ്കിപ്പ് ചെയ്യരുത്. സൺസ്ക്രീൻ എന്തായാലും ഇട്ട് കൊടുക്കുക. ഇല്ലെങ്കിൽ വീട്ടിൽ വരുമ്പോൾ പോയ കോലം ആയിരിക്കത്തില്ല നിങ്ങൾ തിരിച്ച് വരുമ്പോഴത്തേക്ക്. അപ്പോൾ സൺസ്ക്രീൻ ഞാൻ ഫുള്ള് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. കഴുത്തിൽ, ചുണ്ടിൽ, കണ്ണിൽ എല്ലാം എടുത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഫൗണ്ടേഷൻ കേട്ടോ. അതിനുശേഷം ഫൗണ്ടേഷൻ ഞാനിത് സൂപ്പർ സ്റ്റേയുടെ ഫൗണ്ടേഷനാണ് എടുത്തേക്കുന്നത്. എനിക്കിതിനെക്കുറിച്ചിട്ട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് കേട്ടോ. നമ്മുടെ സൂപ്പർ സ്റ്റേയെ കുറിച്ചിട്ട് അത് ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യാം. അപ്പോൾ ഞാനിതിന് ഒരു നമ്മുടെ ഐബ്രോ പെൻസിൽ നല്ല പ്രിസൈസ് ആയിട്ടുള്ള ഐബ്രോ പെൻസിലാണ് കേട്ടോ നന്നായിട്ട് വരച്ചു കൊടുക്കുന്നത്. എനിക്ക് ഐബ്രോ അത്യാവശ്യം തിക്കായിട്ടിരുന്ന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. നല്ല അത്യാവശ്യം നല്ല വിടുത്തായിട്ടും അത്യാവശ്യം നല്ല ഡാർക്കായിട്ടിരിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഞാനൊരു ജെല്ലിൻ്റെ ലൈനറാണ് കേട്ടോ വരച്ചു കൊടുക്കുന്നത്. നമ്മുടെ മാർസിൻ്റെ ജെൽ ലൈനറാണ് കേട്ടോ വരച്ചു കൊടുക്കുന്നത്. ചെറിയതായിട്ട് പിങ്ക് ലൈനർ പോലെ, ഓവറല്ല ചെറുതായിട്ട് ഞാൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത്യാവശ്യം നല്ല ഡാർക്കാണ് കേട്ടോ. ഈ കാജൽ എന്ന് പറയുമ്പോൾ മാർസിൻ്റെ കാജലാണ്. അപ്പോൾ തന്നെ അത് ഞാൻ താഴെയും അതേപോലെ തന്നെ ഓവറായിട്ട് ആക്കുന്നില്ല കേട്ടോ, ചെറുതായിട്ട് ചെയ്ത് കൊടുക്കുന്നുള്ളൂ. ഞാൻ നോർമൽ ചെയ്യുന്നതിനെക്കാട്ടിലും ചെറുതായിട്ടൊന്നും ചെയ്തേ ഉള്ളൂ കേട്ടോ. പിന്നെ നമുക്ക് ഇതെല്ലാം കൂടെ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം. അത്യാവശ്യം ചെറിയ രീതിയിൽ തന്നെ ഒരു മേക്കപ്പ് പൗഡർ എടുത്തിട്ട് ചെറുതായിട്ടൊന്ന് കൊടുക്കുന്നേ ഉള്ളൂ കേട്ടോ. എനിക്ക് അത്യാവശ്യം ഗ്ലോയി വേണമെന്നുള്ളത് കൊണ്ട് ഞാൻ ചെറുതായിട്ടേ കൊടുക്കുന്നുള്ളൂ. അപ്പോൾ അതങ്ങനെ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതെന്ന് പറഞ്ഞാൽ ബ്ലഷാണ് കേട്ടോ. ഞാൻ ബ്ലഷ് ഇടുമ്പോൾ നമ്മുടെ മേക്കപ്പ് ബ്രഷ് ജസ്റ്റ് ഒന്ന് ആക്കിയിട്ട് അത് അതിൽ ബ്ലെൻഡ് ചെയ്ത് പിടിപ്പിക്കുകയാണ് കേട്ടോ ചെയ്യുന്നുണ്ട്. അതല്ലാണ്ട് സ്കിന്നിൽ ഇപ്പം കുറച്ചായിട്ട് ഡയറക്റ്റ് ഇടാറില്ല കേട്ടോ. പിന്നെ ഇത് മസ്കാരയാണ്, എസൻസിൻ്റെ മസ്കാരയാണ് കേട്ടോ. നല്ല സൂപ്പർ നല്ല ഓളിയും കിട്ടാൻ വേണ്ടിയിട്ട് അടിപൊളിയാണ്. എനിക്ക് ഒട്ടും ലാഷസ് നന്നായിട്ട് കുറവുള്ള ആളാണ് കേട്ടോ ഞാനെന്ന് പറയുമ്പോഴത്തേക്കും. അപ്പം നല്ലതായിട്ടുള്ള ആൾക്കാണെങ്കിൽ നല്ല അടിപൊളിയായിട്ടിരിക്കും. പിന്നെ ഒരു ഗ്ലോയി ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ സ്ട്രോപ്പ് ക്രീം ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ അത്യാവശ്യം ഒരു ഗ്ലോയി ലുക്കാണ് കേട്ടോ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ സ്ട്രോപ്പ് ക്രീം ഇട്ട് കൊടുക്കുമ്പോൾ തന്നെ നമുക്ക് കാണാൻ പറ്റുമായിരിക്കും നല്ലൊരു ഗ്ലോ നമ്മുടെ ഫേസിൽ വരുന്നുണ്ട് കേട്ടോ. നന്നായിട്ട് ഇത് കുറച്ച് കഴിയുമ്പോൾ നമ്മൾ ഇതിപ്പോൾ അതിനേക്കാളും കുറച്ചുകൂടെ കഴിയുമ്പോൾ നല്ലൊരു ഗ്ലോ നമുക്ക് കിട്ടുക. അടുത്ത് ഞാൻ ഇൻസൈറ്റിൻ്റെ മാർസിൻ്റെ നമ്മുടെ രണ്ടിൻ്റെയും കൂടെ മിക്സ് ചെയ്യണം കേട്ടോ ലിപ്സ്റ്റിക് ഇട്ട് കൊടുക്കുന്നത്. ഇൻസൈറ്റ് വെച്ചിട്ട് ഞാൻ ഒരു ഔട്ട്ലൈൻ കൊടുത്തിട്ടുണ്ട്. അത് അകത്ത് ഫില്ല് ചെയ്ത് കൊടുക്കുന്നത് നമ്മുടെ മാർസാണ് കേട്ടോ. അപ്പോൾ അത് രണ്ടും കൂടിയിട്ട് ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ബ്ലെൻഡ് ചെയ്യുക. രണ്ടും കൂടി ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒരു ഡാർക്ക് കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് ഏകദേശം ഒന്നായിട്ടുണ്ട്. പിന്നെ എന്താ, ലിപ് ഗ്ലോസ് ഇട്ട് കൊടുക്കാം. അത്യാവശ്യം നല്ല ഗ്ലോ കിട്ടാൻ വേണ്ടിയിട്ട് ലിപ് ഗ്ലോസ് ഇട്ട് കൊടുക്കാം. നല്ല അടിപൊളി ലിപ് ഗ്ലോസ് ആണ് കേട്ടോ. ഇത് നന്നായിട്ട് ലാസ്റ്റ് ചെയ്യും. അങ്ങനെ പെട്ടെന്നൊന്നും അങ്ങനെ പോകത്തില്ല കേട്ടോ. അങ്ങനെ ഒട്ടൽ ആ ഒരു ഫീലൊന്നുമില്ല. അവന് ഏകദേശം ലുക്ക് ഇങ്ങനെ കഴിഞ്ഞു കേട്ടോ. അപ്പോൾ അടുത്ത് നമുക്ക് നമ്മുടെ ഒരു കുഞ്ഞു ഹൂപ്സ് ഇട്ട് കൊടുക്കാം. നമുക്ക് ഓവറായിട്ട് ഓർണമെൻറ്റ്സ് അങ്ങനെ ഇട്ടിട്ട് ഹെവി ആക്കണ്ട. ഒരു സിമ്പിൾ ഹൂപ്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. നല്ല ഒരു റോസ് ഗോൾഡിൻ്റെ ഹൂപ്സാണ് കേട്ടോ. നിങ്ങൾ എൻ്റെ ഒരു സൗണ്ട് ഒന്ന് എക്സ്ക്യൂസ് ചെയ്ത് ഞാൻ പറഞ്ഞിരുന്നല്ലോ. ചെറിയൊരു ബ്രീത്തിങ് പ്രോബ്ലം ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കേൾക്കുമ്പോൾ ചെറിയൊരു ഡിസ്റ്റർബൻസ് തോന്നണം. ഒന്ന് എക്സ്ക്യൂസ് ചെയ്തേക്കും കേട്ടോ. അപ്പോൾ ഇതായിരുന്നു ഫുൾ ലുക്ക് വരുമ്പോഴത്തേക്ക്. ഹായ്, അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ ക്രിസ്മസ് ലുക്ക് വന്നിട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കണം. ഞാൻ അത്യാവശ്യം ഗ്ലോയി ടൈപ്പാണ് കേട്ടോ കൊടുത്തത്. സെലിബ്രേറ്റ് ചെയ്യേണ്ടതല്ലോ, ഒന്ന് തിളങ്ങി നിൽക്കണമല്ലോ. പിന്നെ എല്ലാം ലൈറ്റായിട്ടാണ് കൊടുത്തത്. നിങ്ങൾക്കറിയില്ല, ഞാൻ അത്യാവശ്യം ഹെവി ആയിട്ട് ചെയ്യുന്ന ആളാണ്. പിന്നെ ഇന്ന് അത്യാവശ്യം ചെറുതായിട്ട് ഇന്ന് ലൈറ്റായിട്ട് കൊടുത്തു. ഓവറായിട്ട് ചെയ്തില്ല, സെലിബ്രേറ്റ് ഒക്കെ ചെയ്യേണ്ടതല്ലേ. അപ്പോൾ കുറച്ചൊന്ന് ലൈറ്റായിട്ടിരിക്കുന്നതായിരിക്കും നല്ലതെന്ന് തോന്നി. ഓവറായിട്ട് ഹെവി ഇട്ടിട്ട് പോയിട്ട് കാര്യമില്ലല്ലോ, അതുകൊണ്ടാണ് കേട്ടോ. പിന്നെ ഞാനൊരു റെഡ് കളർ ഒരു ഡ്രസ്സ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് മീഷോന്ന് വാങ്ങിയതാണ്. വളരെ തുച്ഛമായ തുകയ്ക്ക് വാങ്ങിയതാണ് കേട്ടോ. 280 രൂപയ്ക്ക് വാങ്ങിയത് ഡ്രസ്സാണ് കേട്ടോ. റെഡ് കളറിലെ അടിപൊളി ഡ്രസ്സാണ്. അപ്പോൾ ഞാൻ ഇതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ കൊടുത്തേക്കാവേ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് ചോദിക്കുമ്പോൾ എല്ലാവരും ക്രിസ്മസ് ഒക്കെ അടിച്ച് പൊളിച്ച് സൂപ്പറാക്കുക കേട്ടോ. സെലിബ്രേറ്റ് ചെയ്യാം. ഞങ്ങളുടെ ചെറിയ രീതിയിൽ എന്തായാലും സെലിബ്രേഷൻ ഉണ്ടാവും. അതിൻ്റെ വീഡിയോ വരും കേട്ടോ. അതിൻ്റെ വീഡിയോ ചെറുതായിട്ട് എന്തായാലും ഉണ്ടാവുള്ളൂ. അതിൻ്റെ വീഡിയോ വരും. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി അഡ്വാൻസ് ഹാപ്പി ക്രിസ്മസ്. അപ്പോൾ അടുത്ത ദിവസം വേറെ വീഡിയോ വീണ്ടും കാണാം. ബൈ.